ഒന്ന് സങ്കൽപ്പിക്കുക, നിങ്ങൾ ദിവസവും തേടി ഓടി നടക്കുന്ന പണം നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നത് നിങ്ങൾക്കുള്ളിൽ ഒളിപ്പിച്ചുവെച്ച ഒരൊറ്റ രഹസ്യം ഉണർത്തുമ്പോൾ മാത്രമാണെന്ന് ഞാൻ പറഞ്ഞാൽ, അതെ, നിങ്ങൾ കേട്ടത് സത്യമാണ്. കോടിക്കണക്കിനും അനേകായിരം കോടിക്കണക്കിനും സമ്പാദിക്കുന്ന ലോകത്തിലെ ഏറ്റവും ധനികരായ ആളുകൾക്ക് ഒരു മാന്ത്രിക മന്ത്രമോ സൂപ്പർ പവറോ ഇല്ല. പകരം അവർ പണത്തിന്റെ കളി അഥവാ അതിന്റെ യഥാർത്ഥ രഹസ്യം മനസ്സിലാക്കിയിരിക്കുന്നു. നിങ്ങളൊരു പക്ഷേ കരുതുന്നുണ്ടാവാം, പണം വെറും കഠിനാധ്വാനത്തിലൂടെയും ഭാഗ്യത്തിലൂടെയും മാത്രമാണ് വരുന്നതെന്ന്. എന്നാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് പണം സംസാരിക്കുന്നത് ഒരു പ്രത്യേക ഭാഷയാണെന്നും അത് ചുരുക്കം ചിലർക്ക് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ എന്നുമാണ്. ഈ ഭാഷ ഒളിഞ്ഞുകിടക്കുന്നത് നിങ്ങളുടെ ചിന്തകളിലാണ്, നിങ്ങളുടെ തീരുമാനങ്ങളിലാണ്, നിങ്ങളുടെ മനസ്സിന്റെ ഏറ്റവും ആഴമേറിയ കോണുകളിലാണ്. ഇത് ശരിയായ രീതിയിൽ വായിക്കാൻ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് പണമുണ്ടാക്കാൻ കഴിയുക മാത്രമല്ല, ആ പണം നിങ്ങൾക്ക് വേണ്ടി എല്ലായ്പ്പോഴും എല്ലായിടത്തും ജോലി ചെയ്യാനും തുടങ്ങും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് കേട്ട് നിങ്ങൾ അമ്പരന്നു പോകുന്ന ചില രഹസ്യങ്ങളാണ്. ഈ രഹസ്യങ്ങൾ മനസ്സിലാക്കുന്നവർ ധനികരാവുകയും അറിയാത്തവർ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുകയും ചെയ്യുന്നു. ഈ വീഡിയോയിൽ എന്താണ് പണത്തിന്റെ കളി, എന്തുകൊണ്ടാണ് ചിലർ എപ്പോഴും ധനികരായി തുടരുന്നത്, ഈ അദൃശ്യഭാഷ മനസ്സിലാക്കി നിങ്ങൾക്കെങ്ങനെ നിങ്ങളുടെ ലോകം മാറ്റാൻ കഴിയും എന്നിവ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. നിങ്ങൾ സത്യമായും നിങ്ങളുടെ ജീവിതം മാറ്റാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, പണം നിങ്ങളുടെ പിന്നാലെ ഓടാതെ നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായി അവസാനം വരെ കാണുക. കാരണം ഞാൻ പറയാൻ പോകുന്നത് കേട്ടാൽ നിങ്ങൾ പണത്തെ പഴയതുപോലെ ഒരിക്കലും കാണില്ല. ഇത് വെറും അറിവല്ല, നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു വഴിയാണ്. നിങ്ങൾക്കത് നഷ്ടപ്പെടുത്താൻ കഴിയില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, പണം എന്നത് വെറും നോട്ടുകളുടെയും നാണയങ്ങളുടെയും പേരല്ലെന്ന്? ഇതൊരു ജീവനുള്ള ഊർജ്ജമാണ്, ചുരുക്കം ചിലർക്ക് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഭാഷ. ലോകത്ത് കോടിക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്നു, പക്ഷേ കുറച്ചു പേർക്ക് മാത്രമേ ധനികരാകാൻ കഴിയുന്നുള്ളൂ. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട്? ഇതവരുടെ മാന്ത്രിക കഴിവുകൾ കൊണ്ടല്ല, മറിച്ച് സാധാരണക്കാരന് കാണാൻ കഴിയാത്ത പണത്തിന്റെ ആ അദൃശ്യ കളി അവർ മനസ്സിലാക്കിയിരിക്കുന്നു. പണത്തിന്റെ കളി ആരംഭിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ നിന്നാണ്, നിങ്ങളുടെ ചിന്തകളിൽ നിന്നാണ്. നിങ്ങൾ സമ്പാദിക്കുന്ന ഓരോ പൈസയും, നിങ്ങൾ ചെയ്യുന്ന ഓരോ നിക്ഷേപവും, നിങ്ങൾ ചിലവഴിക്കുന്ന ഓരോ രൂപയും ഇതൊരു ശാരീരികമായ കൈമാറ്റം മാത്രമല്ല. ഇത് നിങ്ങളുടെ ഉള്ളിലുള്ള വിശ്വാസത്തിന്റെ, നിങ്ങളുടെ ഭയത്തിന്റെ, നിങ്ങളുടെ ചിന്താഗതിയുടെ പ്രതിഫലനമാണ്. ലോകത്തിലെ ധനികർക്ക് അറിയാവുന്ന രഹസ്യവും ഇതുതന്നെയാണ്. ഒന്നാമതായി നിങ്ങൾ മനസ്സിലാക്കണം, പണം ഒരു വികാരമാണ്. ഒരു വികാരം, വെറും നോട്ടല്ല. നിങ്ങൾ പണത്തെ കഠിനാധ്വാനവുമായി മാത്രം ബന്ധിപ്പിച്ചാൽ അതെപ്പോഴും നിങ്ങളുടെ പിന്നാലെ ഓടും. എന്നാൽ നിങ്ങൾ പണത്തിന്റെ ഭാഷ മനസ്സിലാക്കിയാൽ, അതിന്റെ ആഴത്തിലുള്ള നാഡീമിടിപ്പ് പിടിച്ചെടുത്താൽ, പണം നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം, ഇതൊക്കെ വളരെ ലളിതമായ കാര്യങ്ങളാണെന്ന്. എന്നാൽ യാഥാർത്ഥ്യത്തിൽ ഇത് വളരെ ആഴത്തിലുള്ളതാണ്. ഇത് മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ കഴിയൂ. ഒരു ചെറിയ ഉദാഹരണം നോക്കാം. ചിലർ വളരെ കുറഞ്ഞ വരുമാനത്തിൽ പോലും ധനികരാകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതേസമയം ചിലർ ലക്ഷങ്ങൾ സമ്പാദിച്ചിട്ടും എപ്പോഴും കഷ്ടപ്പാടിലായിരിക്കും. ഇതാണ് അദൃശ്യമായ കളിയുടെ രഹസ്യം. ഇതൊരു നിയമമല്ല, ഇതൊരു ശാസ്ത്രമാണ്. മനസ്സിലും വികാരങ്ങളിലും തീരുമാനമെടുക്കലിലും ഒളിച്ചിരിക്കുന്ന ഒരു ശാസ്ത്രം. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഏറ്റവും വലിയ രഹസ്യം ഇതാണ്: പണം നിങ്ങളുടെ കയ്യിൽ മാത്രം വരുന്നതല്ല. ഇത് നിങ്ങളുടെ ഉള്ളിലുള്ള ചിന്തയിൽ നിന്ന് ജനിക്കുന്നതാണ്, നിങ്ങളുടെ വിശ്വാസത്തിൽ നിന്നും മാനസിക ഘടനയിൽ നിന്നും. ഒരു കലാകാരൻ തന്റെ മനസ്സിലെ ചിത്രം ക്യാൻവാസിൽ പകർത്തുന്നതുപോലെ പണം നിങ്ങളുടെ ചിന്തയെ ലോകത്തേക്ക് രൂപാന്തരപ്പെടുത്തുന്നു. ഈ ആദ്യഘട്ടത്തിൽ നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ ശീലങ്ങൾ, നിങ്ങളുടെ മാനസിക ചിത്രങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ നേരിട്ട് രൂപപ്പെടുത്തുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ഇത് മനസ്സിലാക്കുമ്പോൾ പണത്തിന്റെ ഒരു പുതിയ ലോകം നിങ്ങൾക്ക് മുന്നിൽ തുറക്കും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇതത്ര എളുപ്പമായിരുന്നോ? ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. പണം വെറും കഠിനാധ്വാനത്തിന്റെ ഫലമല്ല, മറിച്ച് നിങ്ങൾക്കുള്ളിൽ ഒളിപ്പിച്ചുവെച്ച രഹസ്യങ്ങളുടെയും ശക്തിയുടെയും പ്രതിഫലനമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പൂർണ്ണമായ മാറ്റം നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇതൊരു അറിവ് മാത്രമല്ല, ഇന്നുവരെ ആരും നിങ്ങൾക്ക് പറഞ്ഞു തരാത്ത ഒരു അവബോധത്തിന്റെ യാത്രയാണ്. പണം വെറും കഠിനാധ്വാനത്തിന്റെ ഫലമല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലുള്ള ചിന്തയുടെയും ഊർജ്ജത്തിന്റെയും പ്രതിഫലനമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ അടുത്ത രഹസ്യം നിങ്ങൾക്ക് മുന്നിൽ തുറക്കുന്നു. ഇതാണ് യഥാർത്ഥ കാഴ്ചപ്പാട്, അല്ലെങ്കിൽ പണത്തെ മനസ്സിലാക്കാനുള്ള മാനസിക കോഡ് എന്ന് പറയാം. ലോകത്തിലെ ധനികർക്കറിയാം, പണം എപ്പോഴും ആകർഷിക്കപ്പെടുന്നത് സാധ്യതകളിലേക്കാണ്, വെറും കഠിനാധ്വാനത്തിലേക്കല്ല. മണിക്കൂറുകളോളം ജോലി ചെയ്യുന്നതിൽ മാത്രം വിശ്വസിക്കുന്നവർക്ക് പരിമിതമായ പണം മാത്രമേ ലഭിക്കൂ. എന്നാൽ പണത്തിന്റെ കളി മനസ്സിലാക്കുന്നവർ പുതിയ അവസരങ്ങൾ കണ്ടെത്തുന്നു, പുതിയ വഴികൾ സൃഷ്ടിക്കുന്നു. പണം അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്നു. ഈ കഴിവ് ഒരു പുസ്തകത്തിലും എഴുതിയിട്ടില്ല, സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുമില്ല. ഇതൊരു ഒളിഞ്ഞുകിടക്കുന്ന ശാസ്ത്രമാണ്. ഇതറിയുന്നവർക്ക് മാത്രമേ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ കഴിയൂ. ഇപ്പോൾ ചിന്തിക്കുക, നിങ്ങളുടെ ചിന്തയുടെ ഊർജ്ജത്തോട് പണം പ്രതികരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനവും, ഓരോ ചിന്തയും, നിങ്ങൾ വെച്ചുപുലർത്തുന്ന ഓരോ വിശ്വാസവും പണത്തിന്റെ ദിശയെ സ്വാധീനിക്കുന്നു. ധനികർക്കിതറിയാം. സാധാരണക്കാരൻ ചിന്തിക്കുന്നതുപോലെ അവർ റിസ്ക് എടുക്കുന്നില്ല.
മറിച്ച് മാനസികാവസ്ഥയുടെയും മൈൻഡ്സെറ്റ് തന്ത്രത്തിന്റെയും അടിസ്ഥാനത്തിലാണ് അവർ ഓരോ ചുവടും വയ്ക്കുന്നത്. മറ്റൊരു രഹസ്യം ഇതാണ്: പണം നിങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുന്നത് നിങ്ങളതിനെ പോസിറ്റീവായി ആകർഷിക്കാൻ പഠിക്കുമ്പോൾ മാത്രമാണ്. ഇത് വെറും ലോ ഓഫ് അട്രാക്ഷൻ അല്ല, മറിച്ച് ഘടനാപരമായ ഒരു മാനസിക സാങ്കേതിക വിദ്യയാണ്. ധനികർ അവരുടെ മനസ്സിനെ പരിശീലിപ്പിക്കുന്നത് പണം അവരുടെ ചുറ്റും എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കാൻ വേണ്ടിയാണ്. ഇവിടെ ഏറ്റവും വലിയ കാര്യം, പണം ഒരിക്കലും വ്യക്തിഗത കഠിനാധ്വാനത്തിന്റെ ശമ്പളപ്പെട്ടി, സാലറി ബോക്സ് അല്ല. അത് സൃഷ്ടിയുടെയും ഒഴുക്കിന്റെയും ഫലമാണ്. ഇത് മനസ്സിലാക്കുന്നവർ എപ്പോഴും ഒരു വ്യത്യസ്ത തലത്തിലായിരിക്കും. അവർക്ക് പണം വെറും ധനമല്ല, മറിച്ച് അവർക്ക് നിരന്തരം പുതിയ സാധ്യതകളും അവസരങ്ങളും വിജയവും നൽകുന്ന ഒരു ഊർജ്ജ സംവിധാനമായി മാറുന്നു. ഈ കളിയുടെ കോഡ് മനസ്സിലാക്കുന്നതിലൂടെ പണം പുറത്തുനിന്ന് വരുന്നതല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ജനിക്കുന്നതാണ്. നിങ്ങളുടെ മനസ്സിന്റെ ആഴത്തിൽ ഒളിപ്പിച്ചുവെച്ച ശക്തിയെ നിങ്ങൾ തിരിച്ചറിയുന്നതുപോലെ പണം നിങ്ങളുടെ ചിന്തകളോടും തീരുമാനങ്ങളോടും യോജിച്ചൊഴുകാൻ തുടങ്ങും. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു, പണം വെറും കായിക പ്രയത്നം മാത്രമല്ല, മാനസികവും ഊർജ്ജപരവുമായ ഒരു ഘടനയാണ്. അടുത്ത ഘട്ടം നിങ്ങൾക്ക് കാണിച്ചുതരും. ലോകത്തിലെ ഏറ്റവും ധനികരായ ആളുകൾ ഇതെങ്ങനെ എല്ലാ ദിവസവും അവർക്ക് അനുകൂലമായി ഉപയോഗിക്കുന്നുവെന്ന്, നിങ്ങൾക്ക് ഇതെങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാമെന്നും. നിങ്ങൾ പണത്തിന്റെ കളിയുടെ ആഴങ്ങളിലേക്കിറങ്ങുമ്പോൾ അടുത്ത രഹസ്യം മുന്നിലേക്ക് വരുന്നു. ഇതാണ് യഥാർത്ഥ തന്ത്രവും മാനസിക ഘടനയും. ലോകത്തിലെ ധനികർ പണം സമ്പാദിക്കാനുള്ള വഴികൾ മാത്രമല്ല തേടുന്നത്, മറിച്ച് അവരുടെ മനസ്സിനെ പണത്തിനു വേണ്ടി പരിശീലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഏതെങ്കിലും പുസ്തകങ്ങളിൽ നിന്നോ കോഴ്സുകളിൽ നിന്നോ വരുന്നതല്ല. ഇത് അവരുടെ ചിന്തിക്കാനുള്ള, തീരുമാനമെടുക്കാനുള്ള, അവരുടെ വിശ്വാസങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവാണ്. ഒന്നാമതായി മനസ്സിലാക്കുക, പണം പലപ്പോഴും പോകുന്നത് അതിനെ മനസ്സിലാക്കുന്നവരുടെ അടുത്തേക്കാണ്, അല്ലാതെ അതിന്റെ പിന്നാലെ ഓടുന്നവരുടെ അടുത്തേക്കല്ല. അതിനർത്ഥം വെറും കഠിനാധ്വാനം മാത്രം പോരാ, സാധ്യതകളും അവബോധവും ഉള്ളിടത്തേക്ക് മാത്രമേ പണം ഒഴുകുകയുള്ളൂ. ധനികർക്കിതറിയാം. ഓരോ തീരുമാനത്തിനു മുൻപും അവർ അവരുടെ മനസ്സിനെയും വികാരങ്ങളെയും വിശകലനം ചെയ്യുന്നു. ഓരോ നിക്ഷേപവും, ഓരോ അവസരവും, ഓരോ ചുവടുവെപ്പും അവർക്ക് പരമാവധി ലാഭം കൊണ്ടുവരാൻ വേണ്ടിയാണത്. മറ്റൊരു രഹസ്യം ഇതാണ്: പണം എപ്പോഴും സൃഷ്ടിയുമായും മൂല്യവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. പണത്തെ മാത്രം തേടുന്നവർ പലപ്പോഴും പരാജയപ്പെടുന്നു. എന്നാൽ അവരുടെ അറിവ്, കഴിവുകൾ, കാഴ്ചപ്പാട് എന്നിവയെ മൂല്യമാക്കി മാറ്റുന്നവർ പണത്തെ തങ്ങളിലേക്ക് ആകർഷിക്കുന്നു. ഈ ആകർഷണം ഒരു മാന്ത്രികതയല്ല, മറിച്ച് കൃത്യമായ മാനസികവും പ്രായോഗികവുമായ പ്രക്രിയയാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, പണം പുറത്തുനിന്ന് വരുന്നതല്ല. ഇത് നിങ്ങളുടെ വിശ്വാസങ്ങൾ, ശീലങ്ങൾ, തീരുമാനമെടുക്കാനുള്ള സംവിധാനം എന്നിവയിൽ നിന്നുണ്ടാകുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പുതിയ സാധ്യതകളും പോസിറ്റീവായ മാനസിക ചിത്രങ്ങളും സൃഷ്ടിക്കുന്നതുപോലെ പണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകാൻ തുടങ്ങുന്നു. ഈ ഒഴുക്ക് സ്ഥിരവും നിരന്തരവുമാണ്. ധനികർ ഇത് ദിനചര്യയിലെ ശീലങ്ങളായി മാറ്റുന്നു. അവരുടെ ഓരോ ദിവസവും, ഓരോ ചിന്തയും, ഓരോ പ്രവൃത്തിയും ഈ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നു. പണം വെറും ശേഖരിക്കാനുള്ള ഒന്നല്ല, മറിച്ച് മനസ്സിലാക്കി നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു പ്രവാഹമാണെന്ന് അവർക്കറിയാം. ഈ കോഡ് മനസ്സിലാക്കുമ്പോൾ പണം വെറും കൈമാറ്റം മാത്രമല്ല, നിങ്ങളുടെ ചിന്തയുടെയും ഊർജ്ജത്തിന്റെയും പ്രതിഫലനമാണെന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇതറിയുന്നതോടെ അവസരങ്ങൾ തനിയെ നിങ്ങൾക്ക് മുന്നിൽ തുറക്കും. നിങ്ങൾ തികച്ചും വ്യത്യസ്തമായ ഒരു തലത്തിലായിരിക്കും നിൽക്കുന്നത്. അവസാന രഹസ്യം. ഇപ്പോൾ നിങ്ങൾ പണത്തിന്റെ കളിയുടെ ആഴവും അതിന്റെ ഊർജ്ജവും മനസ്സിലാക്കി കഴിഞ്ഞു. അടുത്തതും ഏറ്റവും വലുതുമായ രഹസ്യം മുന്നിലേക്ക് വരുന്നു. ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ പണത്തിന്റെ പൂർണ്ണമായും സ്വതന്ത്രവും സ്ഥിരവുമായ ഒഴുക്കിനെ ആകർഷിക്കാനുള്ള വഴി. ഒന്നാമതായി മനസ്സിലാക്കുക, പണം ഒരിക്കലും കയ്യിൽ കിട്ടുന്ന ഒരു ഉപകരണം മാത്രമല്ല. ഇത് നിങ്ങളുടെ ചിന്തകളുടെയും, നിങ്ങളുടെ ശീലങ്ങളുടെയും, നിങ്ങളുടെ മാനസിക ചിത്രങ്ങളുടെയും ഫലമാണ്. ലോകത്തിലെ ധനികർക്കിതറിയാം. പണം അവർക്കു വേണ്ടിയാണ് ജോലി ചെയ്യുന്നതെന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു. അവർ പണത്തിനു വേണ്ടിയല്ല. ഇതാണ് ഏറ്റവും വലിയ വ്യത്യാസം. ഒരു രഹസ്യ സാങ്കേതിക വിദ്യ ഇതാണ്: പണം എപ്പോഴും സാധ്യതകളുമായും മൂല്യവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ വെറും കഠിനാധ്വാനത്തിലും ഭാഗ്യത്തിലും വിശ്വസിച്ചാൽ പണം നിങ്ങൾക്കടുത്ത് സ്ഥിരമായി നിലനിൽക്കില്ല. എന്നാൽ നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ അറിവ്, നിങ്ങളുടെ ചിന്ത എന്നിവയെ അദൃശ്യമായ ഊർജ്ജമാക്കി മാറ്റി പണത്തെ ആകർഷിച്ചാൽ അത് സ്ഥിരമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകാൻ തുടങ്ങും. രണ്ടാമത്തെ രഹസ്യം: ധനികർ എല്ലാ ദിവസവും ചെറിയ ചെറിയ ശീലങ്ങളിലൂടെയും മാനസിക വ്യായാമങ്ങളിലൂടെയും അവരുടെ കളിയെ ശക്തിപ്പെടുത്തുന്നു. അവർ നിരന്തരം പഠിക്കുന്നു, അവരുടെ ചിന്താരീതിയെ അപ്ഡേറ്റ് ചെയ്യുന്നു, ഓരോ അവസരത്തെയും അവർക്ക് അനുകൂലമായി മാറ്റുന്നു. ഇതൊരു സാധാരണ തന്ത്രമല്ല, ഇത് മനസ്സിന്റെയും ഊർജ്ജത്തിന്റെയും ശാസ്ത്രമാണ്. മൂന്നാമത്തെ രഹസ്യം: നിങ്ങൾ ആത്മവിശ്വാസമുള്ളവനും ബുദ്ധിമാനും മൂല്യം സൃഷ്ടിക്കുന്നവനുമാകുമ്പോൾ മാത്രമേ പണം നിങ്ങൾക്ക് വേണ്ടി വരികയുള്ളൂ. ധനികർ പണം സമ്പാദിക്കാൻ ശ്രമിക്കുകയല്ല ചെയ്യുന്നത്. അവർ പണത്തിന്റെ ഒഴുക്ക് നിരന്തരം നൽകുന്ന സംവിധാനങ്ങളും കാഴ്ചപ്പാടുകളും ഉണ്ടാക്കുന്നു. ഈ സംവിധാനം വളരെ ശക്തമാണ്. പണം അവർക്കു വേണ്ടി ജോലി ചെയ്യാൻ തുടങ്ങുന്നു, ഒരു ജീവനുള്ള ഊർജ്ജം പോലെ. ഏറ്റവും വലിയ രഹസ്യം ഇന്നുവരെ ആരും പറയാത്തത്: നിങ്ങളുടെ ഭയം, സംശയം, പരിമിതമായ വിശ്വാസങ്ങൾ എന്നിവ തകർക്കുമ്പോൾ മാത്രമേ പണം നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരമായി ഒഴുകുകയുള്ളൂ. ഈ മാനസിക ബന്ധനങ്ങളെ നിങ്ങൾ തകർക്കുമ്പോൾ പണത്തെ കാണാനും
ആകർഷിക്കാനും നിങ്ങളുടെ മനസ്സ് തുറക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, പണം വെറും കഠിനാധ്വാനത്തിലൂടെയും ഭാഗ്യത്തിലൂടെയും മാത്രമല്ല വരുന്നത്. ഇത് നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തിയുടെയും നിങ്ങളുടെ ചിന്തയുടെയും നിങ്ങളുടെ മാനസിക ഘടനയുടെയും ഫലമാണ്. ഈ അറിവ് സ്വീകരിച്ചാൽ പണം നിങ്ങൾക്ക് വെറും പണമായിരിക്കില്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ സാധ്യതകളുടെയും അവസരങ്ങളുടെയും വിജയത്തിന്റെയും പ്രവാഹമായി മാറും. ഈ രഹസ്യങ്ങൾ, ഈ അദൃശ്യകോഡ്, ഈ മാനസിക സാങ്കേതിക വിദ്യകൾ, ഇവയെല്ലാം അറിയുന്നതിലൂടെ നിങ്ങൾക്ക് ധനികനാകാൻ മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി മാറ്റിമറിക്കാൻ കഴിയും. ലോകത്തിൽ ആയിരക്കണക്കിന് ആളുകൾ പണത്തിന്റെ പിന്നാലെ ഓടുന്നു. പക്ഷേ അതിനെ മനസ്സിലാക്കുന്നവർ പണത്തെ അവരുടെ പിന്നാലെയല്ല, അവർക്കുവേണ്ടി ജോലി ചെയ്യുന്നത് കാണുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങളുടെ ചിന്താഗതി സത്യമായും മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഇതുപോലുള്ള രഹസ്യങ്ങൾ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണിത്. അതുപോലെ കമന്റ് ചെയ്യുക, ഞാൻ ഉണർന്നിരിക്കുന്നു. ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവെക്കുക. കാരണം പണം നിങ്ങളുടെ പിന്നാലെയല്ല, നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യണം.